ഹേയ് ബഡീസ്, വെൽക്കം ബാക്ക് മച്ചന്മാരെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിലൊരു സാധനം നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പോവാം. അതായത് മേജറായിട്ടുള്ളൊരു സാധനം തന്നെയാണ് കേട്ടോ. ആ സാധനം കിട്ടാൻ ഭയങ്കര പാടാണ്. ഞാൻ കുറേ തപ്പിയിട്ടാണ് കിട്ടിയത്. അപ്പോൾ വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് വീഡിയോ ആണ്. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനെപ്പറ്റി. അപ്പം മച്ചന്മാരെ നമ്മളെ ഈ ഇൻസ്റ്റയിൽ വീഡിയോ കാണുന്നവർ നമ്മുടെ യൂട്യൂബിലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പം ഈ വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് ബാക്കി വീഡിയോ എടുക്കുന്നുള്ളൂ കേട്ടോ. ചേഞ്ച് ചെയ്യേണ്ട പിൻ ടു പിൻ കാര്യങ്ങൾ, അതായത് ചെറിയ കാര്യങ്ങൾ പോലും ഞാൻ പറഞ്ഞുതരാം. അപ്പം ഓക്കെ, നമുക്ക് വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് കാണാം. ഓക്കെ വരെ അതോടൊപ്പം നമ്മളിത് ഈ വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഈ സാധനമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്, വീഡിയോയ്ക്കകത്ത് നമ്മൾ ഇന്നലെ പറഞ്ഞ സാധനമാണിത്. ഇത് CBRൻ്റെ ഹാൻഡിലാണ്. CBR 250യുടെ ഹാൻഡിൽ നമ്മളിന്ന് RS200 കയറ്റാൻ പോകാം കേട്ടോ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ അതല്ലാതെ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ, ലിവർ, പിന്നെ ക്ലച്ച് കേബിളും മാറാനുണ്ട്, ഓയിലും കൂടെ മാറണം കേട്ടോ. അപ്പം അത്രയും സാധനങ്ങൾ ഇത് നമ്മൾ വണ്ടി ചെയ്യും. അപ്പോൾ നമ്മൾ അഴിക്കുന്ന തൊട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ബാക്കി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ ആദ്യമേ ഈ ഗ്രിപ്പ് നമ്മൾ ആദ്യമേ ഊരി മാറ്റണം. ഗ്രിപ്പ് ഊരി മാറ്റിയിട്ട് ബാക്കി കാര്യങ്ങൾ, അതായത് ഈ ലിവറും പിന്നെ ഈ സാധനം എല്ലാം ഊരി മാറ്റിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഹാൻഡിൽ ഊരണമെങ്കിൽ ഒന്ന് ഇവിടെ ഒരു എല്ലെങ്കി ഉണ്ട്, പിന്നെ ഇവിടെ അടിയിൽ ഒരെണ്ണമുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ഊരി കാണിച്ചു തരാം. അപ്പോൾ ഈ സാധനമൊക്കെ ഞാനൊന്ന് അഴിച്ചിട്ട് ബാക്കി വീഡിയോ ചെയ്യാം. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പിടിച്ച് ചെയ്യാനൊരാളില്ല. അപ്പോൾ നമുക്കിതൊന്ന് ഞാൻ അഴിക്കുന്ന വീഡിയോ ഇടാം. അപ്പോൾ നമുക്ക് അഴിക്കാം. ഇതേപോലെ അപ്പോൾ എനിക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ വീഡിയോ. അപ്പം അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇവിടുത്തെ ഈ സൈഡിലത്തെ ഗ്രിപ്പ് ഊരി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഫസ്റ്റ് ഈ സാധനം ഒന്ന് ഊരാം. ഇത് 8ൻ്റെ T ആണ് കേട്ടോ വേണ്ടേ. ഇത് ഊരി സൈഡിൽ വെക്കുക കേട്ടോ. ഊരിയ സാധനം നമുക്ക് ഇവിടെ വെക്കാം. ഇവിടെ നമുക്ക് ഊരാം. അഴിച്ച സാധനമെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്വിച്ചിൻ്റെ ഒരു സാധനം മാറ്റാം. സ്ക്രൂ ഡ്രൈവറാണ് വേണ്ടത്. അതുപോലെ നമ്മൾ ഇവിടുത്തെ ഒരു സ്ക്രൂ ഉണ്ടായിരുന്നു, അത് അഴിച്ചു. ഇനിയിപ്പം ഇവിടെ അടിയിലും കൂടെ ഒരെണ്ണമുണ്ട് കേട്ടോ. അടിയിൽ ഒരെണ്ണമുണ്ട്. അപ്പോൾ അത് നമുക്ക് മച്ചന്മാരപ്പം നമ്മളപ്പം ആ സ്ക്രൂ അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അടുത്തത് ഈ ഒരു സ്വിച്ചിൻ്റെ ലോഗ് നമുക്ക് ഊരിയെടുക്കണം. ഇത് താഴേക്കാക്കി ഓക്കെ, അത് നമ്മളങ്ങനെ മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ. ഓൾഡ് ഗ്രിപ്പ് നമ്മൾ പുതിയ ഗ്രിപ്പ് മേടിച്ചിട്ടുണ്ട്. ഈ സൈഡ് ഓക്കെ ആയി. ഇനിയിപ്പം നമ്മുടെ അടുത്ത സൈഡ് നമുക്ക് അഴിക്കാം. ഇത് നമ്മളെ 10ൻ്റെ T ആണ് കേട്ടോ. അത് വെച്ച് നമുക്ക് ഇത് അഴിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതും കൂടെ അഴിച്ചെടുത്ത് ഈ സ്വിച്ച് അസംബ്ലി നമ്മൾ അഴിച്ചെടുക്കണം. ഇത് എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്. അപ്പോൾ ഇത്ര അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ വരാം. അപ്പോൾ ബാക്കി ഞാൻ അഴിച്ചിട്ട് കാണിക്കാതെ. ഇത് ലെഫ്റ്റ് സൈഡാണ്, ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. അപ്പം അതും കൂടെ മാറ്റണം കേട്ടോ. അപ്പോൾ നമ്മൾ സാധനം ഫുൾ അഴിച്ച് വെച്ചിട്ടുണ്ട്. അതിന് 2 ഹാൻഡിലും കൂടെ അഴിച്ചാൽ മതി കേട്ടോ. ഈ ഹാൻഡിൽ നല്ല ബെൻഡുണ്ടായിരുന്നു, ഇത് കണ്ടില്ലേ, ബെൻഡുണ്ട്. കാണിക്കാം. ഇത് അഴിക്കണമെങ്കിൽ ഒന്ന് ഇവിടെ അഴിക്കണം. പിന്നെ ഈ ഒരു ഇതില്ലേ, അതായത് ഈ ഒരു എല്ലെങ്കിയും പിന്നെ ഇവിടെ അടിയിൽ ഒരു എല്ലെങ്കിയും ഉണ്ട്. അപ്പോൾ അതും കൂടെ അഴിക്കണം. അപ്പം അത് അഴിച്ചിട്ട് നമുക്ക് ഈ സാധനം മാറ്റിയിട്ട് വേണം സാധനം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അത്രേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ അതിൻ്റെ അടുത്ത സൈഡിലത്തെ സാധനം കൂടെ സെറ്റ് ചെയ്തെടുക്കും കേട്ടോ. ഇതും കൂടെ ഒന്ന് ഊരിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിയിലത്തെ ആ ഒരു എല്ലെങ്കിലും കൂടെ ഉള്ളൂ. അതും കൂടെ ഊരി നമുക്ക് ഹാൻഡിൽ ഫുള്ളായിട്ട് ഊരിയെടുക്കാൻ പറ്റും. ഈ അടിയിലത്തെ സാധനം കഴിക്കാൻ അത്യാവശ്യം പാടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒന്ന് സൂക്ഷിച്ച് അയച്ചില്ലെങ്കിൽ കിറ്റിൻ്റെ അകത്ത് നെറ്റ് പോകും. അപ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട്. ഇത് കണ്ടില്ലേ, ഇതുപോലെ അല്ലെങ്കിൽ ഇട്ടൊന്ന് ലൂസാക്കിയിട്ട് ഇതുപോലെ അല്ലെങ്കിൽ ഇട്ടിട്ട് നമ്മൾ ലൂസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ താഴെ പോകും.
മച്ചന്മാരെ നമ്മളെ സാധനം ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഹാൻഡിലാണ്. ഇനിയിപ്പോൾ ഇതിന് പകരം നമ്മൾ ഇവിടെ പുതിയ ഹാൻഡിൽ സെറ്റ് ചെയ്യുവാണ് കേട്ടോ. ഇവിടെയായിരുന്നു നമ്മുടെ നെട്ടിരുന്നത്. ഇനിയിപ്പോൾ ആ ഹാൻഡിലും അതുപോലെ അഴിച്ചെടുക്കണം. അത്യാവശ്യം പണിയുണ്ട്. സാധനം ഈ ഒരു നെട്ടാണ്. ഇത് അഴിച്ചെടുക്കാൻ അത്യാവശ്യം പണിയുണ്ട് കേട്ടോ. അത്യാവശ്യം കഷ്ടപ്പെടണം. മച്ചന്മാരെ നമ്മൾ 2 സാധനം ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണത്തിന് നല്ല ബെൻഡ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ബെൻഡുണ്ട്. ഇതുണ്ടോ, ഇത് നോക്കിയാൽ തന്നെ അറിയാം. ഇതുണ്ട്, ഇത് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് ബെൻഡുണ്ട്. അപ്പം നമുക്ക് അത് അറിയാമായിരുന്നു, ഓടിക്കുമ്പോൾ അറിയായിരുന്നു. അത് മുന്നിലും ബാക്കിലുമായിട്ട് കൈ ഇരിക്കുന്ന പോലെ തന്നെയായിരുന്നു. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഈ സാധനത്തിൽ അത് നമ്മൾ സെറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ ഈ പുതിയ ഹാൻഡിലിനകത്ത് ഈ സ്വിച്ചിൻ്റെ മറ്റേ കൺസോളിൻ്റെ ആ ഹോൾ ഇടണം. ഹോൾ ഇട്ടാലേ നമുക്ക് ആ സ്വിച്ച് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഹോൾ ഇടണം. നമുക്കത് ഈ ഒരു സാധനം കട്ടും ചെയ്ത് കളയണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് ആ സാധനം കട്ട് ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യാം. ഞാൻ നമ്മളത് കട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ചേട്ടാ ഒന്ന് ഇന്ന് 2 ഹോൾ ഇടാനാ. ആ ഹാൻഡിൽ തന്നെ സ്വിച്ച് വെക്കാം. പിന്നെ ഒരു സാധനം ഒന്ന് കട്ട് ചെയ്ത് കളയാനുണ്ട് അതിൻ്റെ അകത്ത്. പഞ്ചമാരെ അപ്പം നമ്മളിത് സാധനം സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിനി ഇത് ഫിക്സ് ചെയ്യാൻ പോകാം കേട്ടോ. ആദ്യമേ നമ്മൾ ഹാൻഡിലത്തെ സാധനം മൊത്തം ഉള്ളത് കയറ്റിയിട്ട് വേണം ഇനി നമുക്ക് ഹാൻഡിലത്തെ ഇവിടെ ഉള്ള സാധനങ്ങൾ ഫുള്ള് ചെയ്യണം. സ്വിച്ച് അസംബ്ലി കാര്യങ്ങൾ ഫുള്ള് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ സാധനം മൊത്തം ആദ്യമേ ചെയ്യുന്ന വീഡിയോ ആണ് ഇനി ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോയി കട്ട് ചെയ്തിട്ട് വന്നതേ ഉള്ളൂ. അപ്പം എങ്ങനെ ഇനി ഇത് കയറ്റുന്നതെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മളതേ ലിവർ കയറ്റി സെറ്റ് ചെയ്തു. സ്വിച്ചിൻ്റെ അസംബ്ലി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളത് ഈ സാധനം കൂടെ കയറ്റിയിട്ട് കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് നമുക്ക് ഓക്കെ ആയി സെറ്റ് ചെയ്താൽ മതി. ഈ ഒരു സൈഡ് ഇനിയിപ്പോൾ അടുത്ത സൈഡിൽ നമുക്ക് സെറ്റ് ചെയ്യണം. ത്രോട്ടിൽ ഗ്രിപ്പ് മൊത്തം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ത്രോട്ടിൽ ഗ്രിപ്പ് വേറെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിൽ നിന്ന് നമ്മൾ സ്റ്റോക്കിൽ നിന്ന് ഊരി എടുക്കുകയാണ്. ഇത് സ്റ്റോക്കാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇനി മറ്റേത് കയറ്റണം. ആക്സിലേറ്റർ കേബിൾ കയറ്റിയിട്ട് കഴിഞ്ഞ് ഈ സ്വിച്ച് ലോഗും കൂടെ കയറ്റി പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൈഡിലെ സെറ്റായി. പിന്നെ നമുക്ക് ലിവർ സെറ്റ് ചെയ്യണം. ലിവർ സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ ലിവർ സെറ്റ് ചെയ്യണം. നമ്മൾ ഈ സാധനം കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് ഇത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞ കേട്ടോ. അപ്പോൾ പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഫുൾ വീഡിയോ കാണിച്ചു തരാം. പിന്നെ ഇവിടുത്തെ ബോൾട്ടും കൂടെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ക്ലീനായി. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ സാധനം വണ്ടി കുറച്ച് താത്തുന്നുണ്ട്. ഒരു 1/2 ഇഞ്ച് താത്തുന്നുണ്ട്. നമ്മുടെ ഓയിൽ മൊത്തം ഊറ്റിയിട്ടുണ്ട്. ഊറ്റിയിതേ മോട്ടോറിൻ്റെ സെമി സിന്തറ്റിക്ക് 20W50 ഈ സാധനമാണ് ഊറ്റുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ വണ്ടിയുടെ ഹാൻഡിലെ ഒരു ചെറിയ പണികളുണ്ട്, അതും കൂടെ ചെയ്യണം. ഇത്രയും സാധനമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളോട് ചെയ്യണം. അപ്പം ഹാൻഡിലും ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം. വണ്ടി ഫുള്ള് നമുക്ക് കാണിക്കാം. അപ്പോൾ നമ്മൾ വണ്ടി ഫുള്ള് പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് കാണിച്ചു തരാം, സാധനം കാണിച്ചു തരാം ഞാൻ. ഇത് ചോക്കോപ്പ് അതല്ല, ഇതുണ്ടോ ഹാൻഡിൽ നമ്മൾ കയറ്റി സെറ്റ് ചെയ്തു. എല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട്, എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ഹോൾ ഇട്ടിട്ട് ഒന്നില്ലെങ്കിൽ വെയിറ്റ് കയറ്റണം, അല്ലെങ്കിൽ ലിവർ ഗാർഡ് വെക്കണം. അപ്പം അതും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയി. ബാക്കിയെല്ലാം സെറ്റായി കേട്ടോ. നമ്മൾ രാവിലെ തൊട്ടുള്ള പണിയായിരുന്നു. ഇപ്പോഴാണ് തീർന്നത്. ഇപ്പോൾ ഏകദേശം 6 മണിയായിട്ടുണ്ട്. 10 മണിക്ക് വന്ന് തുടങ്ങിയ പണിയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വലിയ സീനൊന്നുമില്ല. നമ്മൾ വണ്ടി ഒരു 1/2 ഇഞ്ച് താത്തിയിട്ടുണ്ട്, എന്നാലേ ഈ ഹാൻഡിൽ ഇടിക്കാതിരിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ച് താത്തിയിട്ടും കൂടെ ഉണ്ട്. ബാക്കി നമ്മൾ ക്ലച്ച് ലിവർ സെറ്റ് ചെയ്തു, കേബിൾ മാറി. അപ്പോൾ നല്ല സ്മൂത്തായി. പിന്നെ നമ്മൾ ഓയിൽ മാറി. അപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ ഒരു ലുക്ക് കണ്ട താത്തിയപ്പോഴത്തേക്കും വണ്ടി ഇടിക്കുന്നൊന്നുമില്ല കേട്ടോ. ആ ഒരു അളവിലാണ് നമ്മൾ താത്തിയേക്കുന്നത്. ഒരു മിനിമം ആയിട്ടുള്ള അളവിൽ താത്തിയിട്ടുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ വണ്ടിയുടെ കുറച്ച് ക്ലിപ്പ് ആഡ് ചെയ്തേക്കാം കേട്ടോ ലാസ്റ്റ്. അപ്പം എന്തായാലും നമ്മൾ ഒരു കിടിലം വീഡിയോ ആയിട്ട് തന്നെ ഇറക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എന്തായാലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള
ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നതായിരിക്കും. സൈനിങ് ഓഫ് ദിസ് ചാനൽ ട്രാവൽ ബഡീസ്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് പിന്നെ വരാം. ഓക്കെ, ബൈ ബൈ.